സൈക്കോ ത്രില്ലേഴ്സ്, മർഡർ ഇൻവെസ്റ്റിഗേഷൻ, സീരിയൽ കില്ലിംഗ് മർഡർ ഇൻവെസ്റ്റിഗേഷൻസ്. സോ ഈ ടൈപ്പ് ഓഫ് ജോണറിൽ ഏറ്റവും കൂടുതൽ മൂവി ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജോണറുമാണ്. സോ ഒരുപാട് മൂവീസ് ഞാനത് വാച്ച് ചെയ്യാറുള്ളതാണ്. സോ ആ ഒരു ജോണറിലുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് 11 എന്ന് പറഞ്ഞ തമിഴ് മൂവി. ഈ സിനിമ കേരളത്തിൽ വൈഡ് റിലീസൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1 വീക്ക് തിയേറ്ററിലുണ്ടായിരുന്നു. കാണാൻ ഉദ്ദേശിച്ചപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് മൂവ് ചെയ്യുകയും ചെയ്തു. സോ ഫൈനലി അത് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട് ഇൻ OTT. സോ ലെറ്റ്സ് റിവ്യൂ 11. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ്സ് ദാറ്റ് ഗുഡ് ഇനഫ്. 11 മൂവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പ്രൊസീജിയേഴ്സ് അധികം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നോർമലി ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ പോലീസ് പ്രൊസീജിയേഴ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. പകരം ഈ സിനിമയിൽ കാണിക്കുന്നത് ഒരു ക്രിഞ്ച് റൊമാൻസ്, ക്രിഞ്ചിൻ്റെ അൾട്രാ പ്രോ മാക്സ് എന്ന് തന്നെ പറയാം, ആ ലെവലിലുള്ളൊരു സാധനമാണ്. അത് കണ്ടിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം എന്നെ നല്ല രീതിയിൽ വേർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അത്തരം ലവ്സ്, റൊമാൻറ്റിക് ട്രാക്സ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് ത്രോൺ ഓഫ് ആക്കുകയാണ് സിനിമയിൽ നിന്ന് ചെയ്യുന്നത്. വേറെ പറയാനാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറച്ച് ഫൈറ്റ്സ്, നായകൻ്റെ കുറച്ച് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അനാവശ്യമായിരുന്നു പടത്തിൽ. ഈ റൊമാൻസ് അനാവശ്യമായിരുന്നു, ഈ ഫൈറ്റ് അനാവശ്യമായിരുന്നു. കാരണം ലൈക്ക് ഓവർ ഇൻ ദ മൂവി അതിന് ഒരു ഇമ്പാക്റ്റും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ബാക്കി സീരിയൽ കില്ലിംഗ് അതിലേക്ക് വരികയാണെങ്കിൽ കൺസെപ്റ്റ് വാസ് ആക്ച്വലി വെരി ഗുഡ്. എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കൺസെപ്റ്റ്, ഇപ്പം ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ക്ലൈമാക്സ് ട്വിസ്റ്റ് വാസ് ഗുഡ്. കാരണം എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ആ ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എക്സിക്യൂട്ടഡ് വെൽ കണക്റ്റിംഗ് എവറിഥിങ്. സോ ആ ഒരു കാര്യത്തിൽ കുഡോസ്. ലൈക്ക് പടം എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു എലവേഷൻ തരുന്നുണ്ട് പടം. ആൻഡ് ദാറ്റ് വാസ് ദ പോസിറ്റീവ് നോട്ട് ഫോർ ദ ഫിലിം. സോ ആകത്തുകയിൽ പറയാനാണെങ്കിൽ അഗൈൻ വില്ലൻ്റെ ബാക്ക് സ്റ്റോറി വാസ് ഗുഡ്. അതും ഓക്കെയാണ്. പക്ഷേ അത് കുറച്ച് ലാഗ് അടിച്ചു. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. സോ ആകത്തുകയിൽ പറയാനാണെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കൺസെപ്റ്റ് ഓർ ദ ക്ലൈമാക്സ് ട്വിസ്റ്റ്, യു ക്യാൻ വാച്ച് ദിസ് മൂവി. കുറച്ച് നേരം കഷ്ടപ്പെട്ട് കണ്ടിരിക്കണം. ആ റൊമാൻസും മറ്റേ വാട്ടവർ അത് ഒഴിച്ചു നിർത്തിയാൽ ഇറ്റ് ഇസ് എ ഗുഡ് മൂവി. സോ I think give it a watch. It's in Amazon Prime.